ഇന്നലെ വെളിയങ്കോട് അങ്ങാടിയിൽ മെഡിസിറ്റിയുടെ മുന്നിൽ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി പൊട്ടിച്ച പടക്കങ്ങളുടെ കൂമ്പാരമാണിത്. ഖുർആൻ പേജുകളെ കൊണ്ട് പടക്കം നിർമ്മിച്ച് കുന്നംകുളത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞു. പൊട്ടിച്ച ആളെ അന്വേഷിച്ച് പിടിച്ച് നോക്കുമ്പോൾ കുന്നംകുളത്താണ് വാങ്ങിച്ചുള്ളത്. നമ്മുടെ മക്കള് നമ്മുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകം ഉണർത്തേണ്ടതുണ്ട്. അവരുപയോഗിക്കുന്ന ഖുർആനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നവർക്ക് കൊടുക്കാതെ, അത് അഗ്നിക്കടയിൽ കൊടുക്കാതെ അത് പ്രത്യേകം സൂക്ഷിച്ച് കേടുപാടുകളുണ്ടെങ്കിൽ അത് കത്തിച്ച് വെള്ളത്തിൽ ഒഴുക്കി കളയാൻ സംവിധാനം ഉസ്താദുമാര് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ കാക്കട്ടെ എന്നാലും ഇൻഷാ അല്ലാഹ്. ഇതിനുള്ള ഒരു പരിഹാര മാർഗം നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ മദ്രസയിൽ നമ്മുടെ മഹല്ലിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീടുകളിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് നിർദ്ദേശിക്കുക, പഠിപ്പ് കഴിഞ്ഞ ബുക്കുകൾ, ഉപയോഗിക്കാത്ത മുസഹഫുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മദ്രസയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാം. കേട് വരാത്ത പാഠബുക്കുകൾ, മുസഹഫുകൾ അർഹതപ്പെട്ട കുട്ടികൾക്ക് നൽകുക. ഉപയോഗിക്കാൻ കഴിയാത്ത ബുക്കുകളും മുസഹഫുകളും അതർഹിക്കുന്ന രൂപത്തിൽ, ബഹുമാനം അർഹിക്കുന്ന രൂപത്തിൽ അതിനെ കരിച്ച് അത് ഒഴുക്കേണ്ട സ്ഥലങ്ങളിൽ ഒഴുക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ വീടുകളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും. ഓരോ വീടുകളിലും പരീക്ഷ കഴിഞ്ഞ ശേഷം മുസഹഫുകളും ബുക്കുകളും അവർ പഴയതിലേക്ക് തള്ളി വീടാന്തരം കയറി ഇറങ്ങുന്ന ആളുകൾക്ക് വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ഒഴിവാക്കിയാൽ സ്ഥലം കാലിയാക്കാൻ കഴിയും. പൈസ പോലും വാങ്ങാതെ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ചെറിയ നിലക്ക് തടയിടാൻ ഇതൊരു മാർഗമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തോന്നുമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ മദ്രസ പരിധിയിൽ, പള്ളീൻ്റെ പരിധിയിൽ പെട്ട സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ബുക്കുകൾ, മുസഹഫുകൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുവാനും കേടുവന്നവയെ അത് അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടെ നശിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.